12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓഗസ്റ്റ് മാസം സന്തോഷം നൽകുന്ന നിരവധി ഓർമ്മകളുടെ മാസമാണ്. കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ച് അതിൽ പ്രധാനമായ ഒന്നാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ ശൂനോയോ പെരുന്നാൾ. പരിശുദ്ധ അമ്മ ശരീരത്തോടും ആത്മാവോടും കൂടി നിത്യതയിൽ പ്രവേശിച്ചു എന്നത് ആദ്യ നൂറ്റാണ്ടു മുതലുള്ള വിശ്വാസമാണ്. പരിശുദ്ധ കന്യകമറിയത്തെ സംബന്ധിച്ച് പ്രധാനമായും 4 വിശ്വാസ സത്യങ്ങളാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ദൈവ മാതൃത്വം. ലോകരക്ഷകനായ യേശുവിന്റെ അമ്മ ദൈവമാതാവെന്നുള്ള വിശ്വാസം. തൃത്വത്തിൽ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യരക്ഷാർത്ഥം അവതരിച്ചപ്പോൾ മറിയം എന്ന മനുഷ്യപുത്രിയിൽ നിന്ന് പൂർണ്ണ മനുഷ്യത്വം പ്രാപിച്ചു എന്ന വിശ്വാസമാണ് ദൈവമാതാവ് അല്ലെങ്കിൽ മദർ ഓഫ് ഗോഡ് എന്ന സംബോധനയിലൂടെ നാം ഏറ്റുപറയുന്നത്. രണ്ടാമത്തേത് നിത്യകന്യകാത്വം അല്ലെങ്കിൽ പെർപെച്വൽ വിർജിനിറ്റി. പുരുഷബന്ധമില്ലാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് മറിയം യേശുവിനെ ഗർഭം ധരിച്ചതെന്ന് സുവിശേഷങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദൈവമാതാവായ മറിയം യേശുവിന് ജന്മം നൽകുന്നതിനു മുമ്പും നൽകുമ്പോഴും അതിനുശേഷവും കന്യകയായി തുടരുന്നുവെന്നാണ് ഈ വിശ്വാസ സത്യം നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തേത് അമലോത്ഭവം അല്ലെങ്കിൽ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. ദൈവമാതാവാകാൻ അനാദിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മറിയം ദൈവം വന്നു വസിക്കേണ്ടവളും ദൈവത്തിന് മനുഷ്യ ശരീരം പ്രദാനം ചെയ്യേണ്ടവളുമായിരുന്നതിനാൽ പാപമാലിന്യങ്ങളിൽ നിന്നും ഉത്ഭവ പാപങ്ങളിൽ നിന്നും ദൈവം അവളെ കാത്തു സൂക്ഷിച്ചിരുന്നുവെന്ന് ഈ വിശ്വാസ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. നാലാമത്തേത് സ്വർഗാരോപണം. സ്വർഗാരോപണത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യക്ഷമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന മറ്റു ചില വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധയും നിർമ്മലയും ദൈവമാതാവുമായ മറിയം ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു എന്നതാണ് ക്രൈസ്തവ വിശ്വാസം. അതിനായി നമുക്ക് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള തിരുവചനങ്ങൾ വിചിന്തനം ചെയ്യാം. വചനം ഇപ്രകാരം പറയുന്നു: സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. ദൈവവചനം കേൾക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തതിനാൽ ഭാഗ്യവതിയായി തീർന്ന മറിയം സ്വർഗത്തിലേക്ക് ശരീരത്തോടെ എടുക്കപ്പെട്ടു എന്നുള്ള വിശ്വാസ സത്യം മറിയം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും റാണിയായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട സംഭവത്തെ എടുത്തുകാട്ടുകയും ചെയ്യുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം മഹത്തരമാക്കിയാലേ സ്വർഗീയ സൗഭാഗ്യത്തിന് നാം അവകാശികളാവുകയുള്ളൂ. മനുഷ്യന് ലഭിക്കുന്ന ഈ മഹാത്മ്യം എത്രത്തോളം ഉന്നതമാണെന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണം നമുക്ക് തരുന്ന വലിയ സന്ദേശം നമ്മുടെ സ്ഥിരമായ ഭവനം സ്വർഗമാണെന്നും അവിടെ ചെല്ലാനുള്ള ഒരുക്കകാലമാണ് ഇവിടെ എന്നുമുള്ളതാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് തന്റെ ദൈവത്തോടുള്ള അടുപ്പം വഴി എത്ര മഹത്തരമായ സ്ഥാനങ്ങളിലേക്കും ഉയരാനാകും എന്നതിന്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് പരിശുദ്ധ കന്യകമറിയത്തിന്റെ സ്വർഗാരോപണം. കന്യക, ഭാര്യ, അമ്മ എന്ന പ്രകാരം സ്ത്രീത്വത്തിന്റെ വിവിധ അവസ്ഥകളിൽ പരിശുദ്ധ മറിയം സഭയുടെ മാതൃകയും പ്രതീക്ഷയുമാണ്. പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. മറിയം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതീക്ഷ എന്ന പുണ്യത്തെക്കുറിച്ചാണ്. ദാരിദ്ര്യത്തിനോ ലോക ജീവിതത്തിലെ പരിമിതികൾക്കോ സ്ത്രീത്വത്തിന്റെ മഹത്വം ഒരിക്കലും കുറയ്ക്കാനാകില്ല. കാരണം സ്ത്രീയായ കന്യക മറിയമാണ് സ്ത്രീകളുടെ മഹത്വവും മാതൃകയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി.